അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6.25 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ടെറസിട്ട് നല്ലൊരു വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഇതിലേക്കുള്ള വഴി. വലിയ വാഹനങ്ങളൊക്കെ വരും. നേരെ കാണുന്ന ഈ ഗേറ്റിൻ്റെ ഇവിടെ ടാറിട്ട റോഡാണ് വരുന്നത്. അതായത് ടൗൺ പരിസരമാണ്. അങ്ങാടിയിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ദൂരമുള്ളൂ. ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ്. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിനായിട്ട് കുഴൽക്കിണർ കണക്ഷനാണുള്ളത്. ഇവിടെ സാധാരണ നാടൻ കിണറ്റിൽ വെള്ളം കാണുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ ഇവർ നിലവിൽ ഇതിൽ കുഴൽക്കിണർ അടിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ ഓപ്പൺ വെൽ നാടൻ കിണറാണുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ ട്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മുറ്റുണ്ട് കേട്ടോ. ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. പുതിയ വീടല്ല, കുറച്ചൊരു പഴക്കമുള്ള വീട് തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഒരു എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചാരുപടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം സീലിംഗിൽ ഇതുണ്ട്. അതുപോലെ കർവ് ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. തേപ്പ് തന്നെ കൊടുത്തതാണ്. ഹാള് സിറ്റ് ഔട്ടൊക്കെ അതുപോലെ 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നേരെ ഫ്രണ്ടിലേക്കുള്ളൊരു വ്യൂ ആണിത്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ, ഇതിന് എത്രയാണ് ഇതിന് വില വരുന്നത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. അടിഭാഗത്ത് 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം, ടോട്ടലി 5 ബെഡ്റൂം വരുന്നുണ്ട്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള വലിയ ഹാളാണ് കേട്ടോ. ഈ ഭാഗത്ത് ചുമരിലൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ആർച്ച് സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ആർച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പെയിൻറ്റിങ് ബെഡ്റൂമുകളായിക്കോട്ടെ ഹാളായിക്കോട്ടെ ഡാർക്ക് തീം കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ചില ഭാഗങ്ങളൊക്കെ ആയിട്ട് ഓപ്പോസിറ്റ് നല്ല കോൺട്രാസ്റ്റ് കളറിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തിട്ടതാണ്. അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇനി ബെഡ്റൂമിൽ അടിയിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 16x16 സൈസുള്ള സെറാമിക് ടൈലാണ്. ഇവിടെ 4 കള്ളിയുടെ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ചുമരിൽ ഇവിടെ ഒരു അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് മറ്റൊരു ബെഡ്റൂം. അടിഭാഗത്ത് ഇങ്ങനെ 2 ബെഡ്റൂമാണുള്ളത്. സെയിം ഒരേ സൈസിൽ, ഏകദേശം ഒരേ സൈസിൽ തന്നെയാണ് ബെഡ്റൂമുകളൊക്കെ വരുന്നത്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇവിടെ സെയിം രീതിയിലുള്ള ചുമരിലെ അലമാരയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽസ് കൊടുത്തിട്ടുള്ളത് 16x16. ബെഡ്റൂമുകൾ 16x16, ഹാള് 2x2 സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കിച്ചൺ വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു കിച്ചണാണ് വരുന്നത്. കിച്ചണോട് ചേർന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ സ്റ്റോർ റൂമുണ്ട്. ചെറിയ സ്റ്റോർ റൂം പോലെ ഇവിടെ കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം 2 ലെയറായിട്ട് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വാഷിംഗ് മെഷീന് സെറ്റ് ചെയ്യാനുള്ളൊരു പോയിൻ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്. കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് കളറുള്ള 16x16 സൈസ് ടൈലാണ്. ചുമരിൽ ഈ ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ബ്രിക്ക് ഡിസൈനിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പുറത്തായിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ നല്ല യൂസ്ഫുൾ ആവുന്നൊരു ഏരിയ ഉണ്ട്. അതിലേക്ക് വരാം. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു കോമൺ ബാത്റൂം, ചെറിയൊരു ഹാള്. ഇതിൻ്റെ റൂഫിങ് ചെയ്തിട്ടുള്ളത് ചെറിയ സ്ലോപ്പിലാണ്. ഒരു സ്ലോപ്പ് രീതിയിലാണ് മുകൾ ഭാഗം റൂഫിങ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ഒക്കെ അതുപോലുള്ള 16x16 ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്.
മുകൾ ഭാഗത്തെ ചുമര് ചെയ്തിട്ടുള്ളത് ഒരു ബ്രിക്ക് വെച്ചിട്ടാണ്, മഡ് ബ്ലോക്ക് പോലുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം, ഒരു കട്ടയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതൊന്നുമല്ല കേട്ടോ, അത് അതിൻ്റെ മുകളിൽ വാർത്തതാണ്. സാധാരണ പോലെ വെട്ടലിന് അതേപോലെ തന്നെ നല്ല സ്ട്രെങ്ത്തിലൊരു കട്ട തന്നെയാണ്. ലിൻഡിലൊക്കെ വാർത്തിട്ട് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ട കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഇഷ്ടിക പോലുള്ള നല്ലൊരു സ്ട്രെങ്ത്തിലൊരു ബ്രിക്ക് തന്നെയാണ്. മുകൾ ഭാഗത്തെ കോമൺ ബാത്റൂമാണിത്. ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നാടൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഹാളുണ്ട്. ഇതാണ് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ ടോട്ടലി 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇനി വീടിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഉണ്ട് ചേമ്പുണ്ട്, വാഴയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ നിരവധി മരങ്ങൾ, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ ഈ സൈഡിൽ കൂടെ ഒക്കെ അവർ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. വീടിൻ്റെ 2 വശത്തുണ്ട് കേട്ടോ അതുപോലുള്ള ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉള്ളത് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ടാണ്, നിരപ്പായിട്ടുള്ള പ്ലോട്ടാണ്. ഇതുണ്ട്, ചുറ്റും കോമ്പൗണ്ടുകളൊക്കെ ഉണ്ട്. കിച്ചൻ്റെ പിൻഭാഗം അതാണിത്. ഇവിടെ അടിയിൽ മിക്സഡ് ടൈല്, നല്ല ടൈലൊക്കെ നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ട് മിക്സഡ് ടൈലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പാത്രങ്ങളൊക്കെ കഴുകാനുള്ള എന്നൊരു കൊട്ടത്താളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വിറക് അടുപ്പുണ്ട്. പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് വേറെ ഉണ്ട്, കുളിമുറി വേറെ ഉണ്ട്. ഇവിടെ അലക്കല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മുറ്റത്ത് ഇതുപോലുള്ള ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. 6.25 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ടെറസ് ഇട്ട വീട് ടൗൺ പരിസരത്താണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കോട്ടക്കൽ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. അതായത് കോട്ടക്കൽ പെരിന്തൽമണ്ണ റൂട്ടിൽ പുത്തൂര് നമ്മുടെ കയറ്റം കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന അങ്ങാടി അരിച്ചോളി എന്ന് പറയുന്ന സ്ഥലം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 150 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം. തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട്, ക്വാർട്ടേഴ്സ് ഉണ്ട്, ബിൽഡിങ്ങുകളുണ്ട്, വ്യവസായങ്ങളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അമ്പലമുണ്ട്, സ്കൂളുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു ഏരിയയിൽ 6.25 സെന്റ് സ്ഥലത്തിന് നല്ലൊരു വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് വാടകയ്ക്കൊക്കെ കൊടുക്കാം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ആ ഭാഗങ്ങളൊക്കെ ഒരുപാട് ആളുകളുണ്ട്, മാസത്തിൽ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ വീടൊക്കെ അതിന് പറ്റും. നമ്മൾക്ക് ആർക്കെങ്കിലും മേടിച്ചിട്ട് നമ്മൾക്കത് മാസവാടകയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ടൗൺ അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങാടിയിലുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. 45 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.